ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉച്ചയൂണ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഉച്ചയൂണിൻ്റെ കറികളാണ് ഉണ്ടാക്കാൻ പോണത്. തക്കാളി കറിയും അതുപോലെ കൂർക്ക മെഴുക്കുവരട്ടിയാണ്. നല്ല ഈസിയാണ്, അതുപോലെ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 വലിയ തക്കാളികൾ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെറുതായിട്ട് അരിയുക. തക്കാളി ഒരു നീളത്തിൽ അരിഞ്ഞാൽ മതി. അതിനുശേഷം പരിപ്പ് വേവിക്കണം. നമ്മൾക്ക് പരിപ്പ് നേരത്തെ തന്നെ വേവിച്ചതിലോട്ട് നമ്മളുടെ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും പച്ചമുളകും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. പരിപ്പിൽ ഇച്ചിരി വെള്ളം കുറവായതുകൊണ്ട് ഇത്തിരി വേവാൻ വേണ്ടിയിട്ട്, തക്കാളിയൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി ഇടണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടണേ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഇടാം. ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ജീരകവും തേങ്ങയും കൂടിയിട്ട് അരച്ചെടുക്കുക. ഒരു 1/4 കപ്പോളം തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ, നന്നായിട്ട് തിളച്ചൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു പേസ്റ്റ് ഇതിൽ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്കും നമ്മുടെ കറി റെഡി ആയിട്ടുണ്ടാവും. ഇനി ഇതിന് വേണ്ടിയിട്ട് താളിച്ചെടുക്കാം. അപ്പം വെളിച്ചെണ്ണയിലോട്ട് കടുക്, അതുപോലെ ജീരകം, പിന്നെ വെളുത്തുള്ളി, കുറച്ച് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഇടുക. ഞാൻ സവാള ഇട്ടിരിക്കണേ. കറിവേപ്പിലയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂത്ത് കഴിയുമ്പം ആ കടുക് താളിച്ചത് ഇതിലോട്ട് കൊട്ടാം. ഞാൻ കുക്കറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കുക്കറിലെ ആ ഒരു കറി എടുത്തിട്ട് നമ്മുടെ ഈ പാത്രത്തിൽ കൊട്ടിയെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള തക്കാളി കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഒരു കൂർക്കുപ്പേരി ഉണ്ടാക്കാം, കൂർക്ക മെഴുക്ക് വരട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിയതിന് ശേഷം സവാള ചേർക്കുക, ഇല്ലെങ്കിൽ കുഞ്ഞുള്ളി ചേർക്കുക. കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ചേർക്കുക കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് മൂപ്പിക്കുക, കറിവേപ്പിലേക്ക് ഇട്ടിട്ട്. പിന്നെ നമുക്ക് ഈ ചതച്ച മുളകുണ്ടല്ലോ അത് ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കണം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് കൂർക്ക ചേർക്കുക. ഇതിപ്പോൾ ഫ്രോസൺ കൂർക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അതൊരു പകുതി വെന്ത കൂർക്കയായിരിക്കും. അല്ലാതെ വേവിക്കാത്ത കൂർക്കയാണെങ്കിലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം ഒഴിക്കണമെന്നേ ഉള്ളൂ വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഇച്ചിരി മുളക് പൊടിയും കൂടിയിട്ട് ഇടുന്നുണ്ട്. ഒരിത്തിരി കളർ കുറവായിട്ട് തോന്നി അതുകൊണ്ട്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പം വേവാത്ത കൂർക്കയാണെങ്കിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെച്ചാൽ മതി. ഇതിപ്പോൾ ഓൾറെഡി കുറച്ച് വെന്തതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കാതിരിക്കുന്നത്. അപ്പോൾ അതേ കണ്ടില്ലേ, കൂർക്കുപ്പേരിയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും അല്ലേ. ആ ഒരു നല്ല ടേസ്റ്റിലായിരിക്കണത്. അപ്പം തക്കാളിയും പരിപ്പും കൂടിയിട്ടുള്ള ഒഴിച്ച് കറിയും, അതേപോലെ തന്നെ കൂർക്കുപ്പേരിയും, പിന്നെ നമുക്ക് ഇരുമ്പാമ്പുള്ളിയുടെ അച്ചാറും കൂടിയിട്ടുണ്ട്. ഇത്രയും മതിയല്ലോ ഊണിന്. പിന്നെ വേറെ എന്തിൻ്റെ ആവശ്യമുള്ളത്? നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തക്കാളിയും പരിപ്പും കൂടെ ഇങ്ങനെ ഒരു രീതിയിൽ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ലഞ്ച് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക. ബൈ.